പാലക്കാട് അട്ടപ്പാടിയിൽ വൈദ്യുത കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ സ്കൂളിലെ ഫ്യൂസ് ഊരി KSEB. അട്ടപ്പാടി അഗളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫ്യൂസാണ് ഊരിയത്. ഇവിടെ ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു. അവർക്ക് നമ്മുടെ ലെറ്റർ ഹെഡിൽ അപേക്ഷ എഴുതി നേരിട്ട് പോയി കണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ അതിൽ നിന്ന് അടയ്ക്കണ്ട, ഞങ്ങൾ അടച്ചോളാം, നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ അത് തിരിച്ച് കിട്ടത്തില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അടച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് KSEBയിലെ ജോലിക്കാർ വന്ന് അത് കട്ട് ചെയ്തു പോയി. അപ്പോൾ നമുക്കിവിടെ ഇത്ര പിള്ളേർക്കും ഉച്ച ഭക്ഷണം കൊടുക്കണം, അതുപോലെ ടോയ്ലറ്റിൽ പോകാനുള്ള വെള്ളം പിള്ളേർക്ക് വേണം. അപ്പോൾ അതുപോലെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, എന്തുകൊണ്ടാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് പോലും KSEBയുടെ നടപടി? വേണു, കഴിഞ്ഞ കുറേ അധികം മാസമായി ഈ അട്ടപ്പാടി അഗളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൈദ്യുതി ബില്ല് അടച്ചിട്ടില്ല. 53,231 രൂപയാണ് കുടിശ്ശികയായി അടയ്ക്കാനുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ സാവകാശം തരാമെന്നാണ് നേരത്തെ ജില്ലാ പഞ്ചായത്ത് അടക്കം അറിയിച്ചിരുന്നത് എന്നുള്ളതാണ് പ്രധാന അധ്യാപിക ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ അധ്യാപകർ ചേർന്ന് തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് കുടിശ്ശിക തുക അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പൊടുന്നനെ രാവിലെ ക്ലാസ് ആരംഭിച്ചതിന് ശേഷം KSEB ഉദ്യോഗസ്ഥരെത്തി ഫ്യൂസ് ഉരുകയായിരുന്നു. അട്ടപ്പാടിയിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത് നമുക്ക് പറയാൻ കഴിയും. 3000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഭൂരിഭാഗവും ആദിവാസി മേഖലയിൽ നിന്നുള്ള കുട്ടികളുമാണ് ഇവിടെ പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ ഈ വൈദ്യുതി മുടങ്ങുന്നത് പല ക്ലാസ്സുകളെയും, പകുതിയിലധികം ക്ലാസ്സുകൾ ഇതിനോടകം തന്നെ ബാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാന അധ്യാപിക തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, ശുചിമുറിയിലേക്കും മറ്റും വെള്ളം പമ്പ് ചെയ്യാനും കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. പെൺകുട്ടികളടക്കം ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് സ്കൂളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. നേരത്തെ സർക്കാർ സ്ഥാപനങ്ങളുടെ DDE ഓഫീസിന്റെ ഫ്യൂസ് ഊരുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അത് ഈ പ്രവേശനോത്സവം തുടങ്ങുന്ന വേളയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ കാര്യമായിട്ടുള്ള പ്രതിസന്ധി ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അട്ടപ്പാടിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഫ്യൂസ് ഊരി KSEB ഊരിയതിനാൽ ആ സ്കൂളിന്റെ പ്രവർത്തനം, ക്ലാസ്സുകൾ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അധ്യാപകരടക്കം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ വെള്ളം പമ്പ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. പല ക്ലാസ്സുകളും ഇരുട്ടിലായിരിക്കുന്നു. മഴയുടെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല ക്ലാസ്സുകളും ഇരുട്ടിലാകുന്നു. കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തായാലും അടിയന്തരമായി ഈ വിഷയത്തിൽ KSEB ഇടപെട്ട ഒരു വകുപ്പ് മന്ത്രി അടക്കം ഇടപെട്ട ഒരു പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയാണ് സ്കൂളിലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാം ഉള്ളത്. രക്ഷിതാക്കൾക്കടക്കം ഇക്കാര്യത്തിൽ പ്രതിസന്ധിയുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് ഇത്തരത്തിലൊരു കടുംപിടുത്തം എന്നുള്ള പരാതി അടക്കം രക്ഷിതാക്കളടക്കം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ പരിഹരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വേണു, ശരി. നിഖിൽ പ്രമേഷ് തുടരെ. ഇപ്പോൾ ഹെഡ് മിസ്ട്രസ് സെലിൻ മേരി ടെലിഫോൺ ലൈനിലുണ്ട്. സെലിൻ മേരി, എന്താണ് ഈ KSEBക്കാർ വന്ന് പറഞ്ഞത് നിങ്ങളോട്? സാർ നമസ്കാരം. നമ്മുടെ അഗളി സ്കൂളിൽ വന്നിട്ട് അവിടെ ആയിരുന്നു വന്ന ഉദ്യോഗസ്ഥരാണ്. അവിടെ KSEBയിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ വന്നിട്ട് ഞങ്ങൾക്ക് മേലെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള ഇതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഒരു കത്ത് തരണം, കത്ത് തന്നാൽ ഞങ്ങൾ കത്ത് തന്നിട്ട് നിങ്ങൾ ചെയ്തോ, ഞങ്ങളുടെ ഹയർ ഒഫീഷ്യൽസിന് ഇത് അറിയിക്കേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടൂ, ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയാണ്, ഇന്ന് കട്ട് ചെയ്യണമെന്ന് ആണ്, അതുകൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്യുവാന്ന് പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്തിട്ട് പോയി. എത്ര രൂപയാണ് കുടിശ്ശിക? 50,000 രൂപയുണ്ട്. 50,000-ത്തിന് അടുത്തുണ്ട്. 50,000. ഈ കാര്യം നേരത്തെയും KSEBക്കാർ അറിയിച്ചിരുന്നോ? ഈ കുടിശ്ശിക അടച്ചില്ല എങ്കിൽ ഫ്യൂസ് ഊരുമെന്നൊക്കെ അറിയിച്ചിരുന്നു. എന്തായിരുന്നു തടസ്സം ഈ കുടിശ്ശിക തീർക്കാൻ? അത് നമ്മള് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല സാർ. നമ്മള് 3 മാസത്തിന് മുകളിലായിട്ട് നമ്മൾ അവരെ ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് അവർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഫണ്ട് ഈ ഇലക്ട്രിസിറ്റി ബില്ലുമായിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്ര കാലം പരീക്ഷ ഉണ്ടായിരുന്നു മാർച്ചിലെ. അപ്പം ഫെബ്രുവരിയിലും മാർച്ചിലും ഏപ്രിൽ ആയിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ ഇവിടെ നിന്ന് പൈസ അടച്ചതാണ്. അത് നമ്മൾ അടച്ച് അത് കുറച്ചായിട്ട് അടച്ച് നിറുത്തി വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിൽ അത്ര എമൗണ്ട് അടയ്ക്കാനില്ല. അപ്പം അതുകൊണ്ടാണ് അവർ കട്ട് ചെയ്തത്. ഇപ്പോ സ്കൂളിന്റെ പ്രവർത്തനം നിലച്ച രൂപത്തിലാണോ? ഇന്നലെ കറണ്ട് ഇല്ല. മൊത്തം ഇന്ന് അഗളി ഭാഗത്ത് ഇന്നലെ മൊത്തം രാവിലെ 8:30 തൊട്ട് വൈകുന്നേരം 6 മണി വരെ കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വെള്ളം കയറ്റാനോ സേവ് ചെയ്ത് വയ്ക്കാനോ പറ്റിയില്ലായിരുന്നു. ചില വെള്ളമുണ്ട്, അത് വെച്ചിട്ടാണ് ഇന്നത്തെ ടോയ്ലറ്റ് കാര്യങ്ങളും ഉച്ചഭക്ഷണമൊക്കെ നടക്കുന്നത്. ക്ലാസ് ഇപ്പോൾ നടക്കുന്നുണ്ടോ?
ക്ലാസ് നടക്കുന്നുണ്ട്, ക്ലാസ് വിട്ടിട്ടില്ല. പക്ഷെ പിള്ളേർ ഇരിക്കുന്നു, ജനൽ തുറന്നു വെച്ചുള്ള വെട്ടം ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നുകൂടെ സ്കൂൾ ഇങ്ങനെ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ? ഇന്നുകൂടെ ഇപ്പൊ പ്രവർത്തിക്കാൻ കഴിയൂ. പക്ഷെ ഇപ്പൊ ഒരു കോൾ ഉണ്ടായി, KCC വിളിച്ചിരുന്നു. വിളിച്ചിട്ട് നിങ്ങൾ ഒരു അപേക്ഷ കൊടുക്കൂ, നമുക്ക് തിരിച്ച് തരാനുള്ള നടപടി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു എന്നാണ് ഇപ്പൊ ഒരു കോൾ വന്നത്. അപ്പൊ നമ്മള് അതുപോലെ ഒരു അപേക്ഷ എഴുതി കൊടുക്കാനുള്ള ഓർക്കത്തിലാണ്, തയ്യാറെടുപ്പിലാണ്. ശരി, വളരെ നന്ദി സംസാരിച്ചതിന്, പ്രതികരിച്ചതിന്. സെലിം മേരി. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, ഇപ്പോൾ KCB വഴങ്ങുന്നു എന്നാണോ ഹെഡ് മിസ്ട്രസിന്റെ വാക്കുകളിൽ നിന്ന് കിട്ടുന്ന വിവരം? വേണു, നേരത്തെ ഈ DD ഓഫീസിലെ ഫ്യൂസ് ഊരിയപ്പോഴും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയായിരുന്നു. KCBക്ക് ഒരു അപേക്ഷ നൽകുക, ആ അപേക്ഷ പരിഗണിച്ച ശേഷം, അത് ചെയർമാൻ അടക്കം പരിഗണിച്ച ശേഷം അക്കാര്യത്തിൽ നടപടി എന്നുള്ളതാണ്. പക്ഷെ അത് പൊടുന്നനെ ഉണ്ടായില്ല. നമ്മളിപ്പോൾ ഈ അധ്യാപിക പ്രതീക്ഷിക്കുന്നത് പോലെ അങ്ങനെ പെട്ടെന്ന് അത് റീകണക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഇന്നിപ്പോൾ അപേക്ഷ നൽകിയാലും അതിനുശേഷം അത് KCB ചെയർമാൻ പരിശോധിച്ച ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും പക്ഷേ ഈ വിദ്യാലയത്തിന്റെ കാര്യത്തിൽ വേണ്ടത് ഒരു അടിയന്തര നടപടിയാണ്. അവർ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ജനലുകളൊക്കെ തുറന്നിട്ടും മറ്റുമാണ് ഈ പ്രതിസന്ധി ഇപ്പോൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല, ഇന്നലെ അടിച്ച വെള്ളമാണ് ഇപ്പോൾ ടാങ്കിലുള്ളത്. സ്വാഭാവികമായിട്ടും അത് ഇത്രയധികം കുട്ടികൾ, 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. സ്വാഭാവികമായിട്ടും ഇത്രയധികം കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ ഈ ടാങ്കുകളിലെയും മറ്റും വെള്ളം തീർന്നു പോവുകയും തുടർന്ന് അവർക്ക് ഈ ശുചിമുറികളും മറ്റും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ വിഷയത്തിലൊരു നടപടിയാണ് വേണ്ടത്. വൈദ്യുതി വകുപ്പ് മന്ത്രി അടക്കം, ജില്ലയിൽ നിന്നുള്ള മന്ത്രി അടക്കം ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേണു, ഇപ്പോൾ ഇതിനകത്ത് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെന്ന് പറയാൻ കഴിയുമോ നിഖിൽ? ഒരിക്കലുമില്ല വേണു. ഇത് അവർക്ക് സർക്കാർ ഫണ്ടാണല്ലോ. സ്വാഭാവികമായിട്ട് ആ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്കാണ് അവർക്ക് ആ പണം അടച്ച് മറ്റു കാര്യങ്ങളിലേക്ക് ഈ തുക അടയ്ക്കാൻ കഴിയുകയുള്ളൂ. അത് കുടിശ്ശിക വന്നതാണ്. അത് ഇത്രയധികം മാസങ്ങൾ കുടിശ്ശിക വന്നതാണ് ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അത് പരിഹരിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാപകർ അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്തടക്കം ഇത് അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, കുടിശ്ശിക അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒട്ടും കഴിയാത്ത സാഹചര്യമാണ്. 50,000-ൽ പരം രൂപ എന്ന് പറയുമ്പോൾ അധ്യാപകർക്ക് അങ്ങനെ കയ്യിൽ നിന്ന് എടുക്കാൻ കഴിയാവുന്ന. അതുകൊണ്ടാണ് ഈ തവണ അത് ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, ഫ്യൂസ് ഊരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ക്ലാസ്സുകളെ അത് ബാധിക്കുന്നതിന് മുൻപായി ഇത് പരിഹരിക്കണം എന്നുള്ള ആവശ്യമാണ് നമ്മൾ വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് മുന്നിലൊക്കെ അടക്കം വെക്കുന്നത്. വേണു, വൈദ്യുതി മന്ത്രി ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഇടപെടലുടനെ പ്രതീക്ഷിക്കാമോ? അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നമ്മളും ശ്രമിക്കുന്നുണ്ട് വേണു. അതിനുശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ശേഷം ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. കാരണം നേരത്തെ DD ഓഫീസിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സമയത്ത് തന്നെ നമ്മളും ഈ രീതിയിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങുന്നുണ്ട്. അതായത് അധ്യയന ദിവസം ആരംഭിക്കുന്നതിന് തൊട്ട് തലേ ദിവസമായിരുന്നു അവിടെ ഈ പ്രതിസന്ധി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം ഇതിനോടകം തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒപ്പമുള്ള ആളുകൾ ആരെങ്കിലും പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. DD ഓഫീസിലെ വിഷയം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം നടപടി സ്വീകരിച്ചിരുന്നു. ഉടനെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രി നമ്മൾ ബന്ധപ്പെട്ട ഈ വിഷയം അദ്ദേഹത്തെ അറിയിക്കുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. വേണു, ശരി. നിഖിൽ പ്രമേഷാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്.